ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ലൈൻസ് ആൻഡ് ആംഗിൾസിന്റെ ലാസ്റ്റ് സെഷനിലോട്ട് വന്നേക്കുവാണ്. ലാസ്റ്റ് സെഷൻ. അപ്പൊ ഇതില് ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ആ ചാപ്റ്റർ കഴിയാണ്. അപ്പൊ ഇതിനകത്ത് നമുക്കിത് ഭയങ്കര ഇമ്പോർട്ടന്റ് സെഷനാണ്. എന്താന്ന് വെച്ചാലുണ്ടല്ലോ, നിങ്ങൾക്ക് ഇതിന്റെ ഒരു ബേസ് ആണ് നിങ്ങളുടെ ക്ലാസ് 9ലും ക്ലാസ് 10ലും ആവശ്യമുള്ളത്. ഇതറിയാമെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് 9ലെയും ക്ലാസ് 10ലെയും ജോമെട്രി ഒക്കെ വളരെ ഈസി ആയിരിക്കും. ഇതിന്റെ ബേസ് പിടിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് 10ലെ ജോമെട്രി മൊത്തം വർക്ക് ചെയ്യുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും. അപ്പോ ഞാൻ ഇവിടെ 2 ലൈൻസ് വരച്ചിട്ടുണ്ട്. കണ്ടോ? ഞാൻ 2 ലൈൻസ് വരച്ചേക്കുന്നുണ്ട്. റെഡ് കളറിൽ വരച്ചേക്കുന്നുണ്ട്. ഏതൊക്കെയാ? ഞാൻ അതിന് പേര് വിട്ടു തരാം. ഇങ്ങനെ പേരിടാം. ഇത് ലൈൻ 1, ഇത് ലൈൻ 2. ഓക്കെ, ഇത് ലൈൻ 1, ലൈൻ 2. ഗ്രീൻ കളറിൽ വരച്ചേക്കുന്നതാണ് ലൈൻ 1. ഈ രണ്ടും പാരലൽ ലൈൻസ് രണ്ടും ഗ്രീൻ കളറിൽ വരച്ചേക്കുന്നത്. മുകളിൽ വരച്ചേക്കുന്ന ലൈൻ 1, താഴെ വരച്ചേക്കുന്നത് എന്താ? ലൈൻ 2 ആണ്. ഓക്കെ, അപ്പൊ ഈ ലൈനുകളെ, ഈ പാരലൽ ലൈനുകളെ ഒരു ലൈൻ വന്ന് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ? ആ ലൈനെ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രാൻസ്വേഴ്സൽ എന്ന് പറയും. അപ്പൊ 2 പാരലൽ ലൈൻസ് ഉണ്ട്, ലൈൻ 1, ലൈൻ 2. ആ ലൈനെ കട്ട് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ട്. കണ്ടോ? ആ ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രാൻസ്വേഴ്സൽ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ലൈനിങ് ഒന്ന് കട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് കുറെ ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടോ? ആംഗിൾസ് കണ്ടോ? 1, 2, 3, 4, എ ബി സി ഡി. കണ്ടോ? അപ്പൊ ഈ ആംഗിളുകളെല്ലാം തമ്മിൽ ചില റിലേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ ആ പ്രോപ്പർട്ടീസും ആ റിലേഷൻസ് ഒക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ പതുക്കെ കേൾക്കണം. നിങ്ങൾ ആ വീഡിയോ ഒരു പ്രാവശ്യം കേട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ കേട്ട് നോക്കണം കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഈ ഇതിനകത്തുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? നമ്പർ 1, കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇങ്ങനെ 2 പാരലൽ ലൈൻസ് ഉണ്ട്. ലൈനെ വന്നൊരു ലൈൻ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ചില ആംഗിളുകളെ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് വിളിക്കും. എങ്ങനെയാണ് കറസ്പോണ്ടിങ് ആംഗിളുകൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? എങ്ങനെയാണെന്ന് നോക്കൂ. ലൈൻ വണ്ണിന്റെ മുകളിൽ ഓക്കെ, ലെഫ്റ്റിൽ ഏതാ? ലൈൻ 1ന്റെ മുകളിലുള്ള ലെഫ്റ്റിലുള്ള ആംഗിൾ ഏതാ? ആംഗിൾ 1. ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ലൈൻ 2ലും പറയണം. കറസ്പോണ്ടിങ് ആയിട്ട് ഇതുപോലെ തന്നെ പറയണം. എന്ത് വരും? ലൈൻ 2ന്റെ മുകളിൽ ലെഫ്റ്റിൽ അതേതാ? ആംഗിൾ ഡി. ഈ 2 ആംഗിൾസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ആംഗിൾ 1ഉം ആംഗിൾ ഡി എന്താണ്? സെയിം ആണ്. ഇവരെ നമ്മൾ എന്ത് ആംഗിൾസ് എന്നാണ് വിളിക്കുന്നത്? കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് വിളിക്കുന്നത്. സെയിം തന്നെ നമുക്ക് ഒന്നുകൂടെ പറയാം. ലൈൻ 1ന്റെ മുകളിൽ റൈറ്റിൽ. അപ്പൊ ലൈൻ 2ന്റെ എങ്ങനെ? മുകളില് റൈറ്റിൽ. ലൈൻ 1ന്റെ മുകളിൽ റൈറ്റിൽ ആരാ ഉള്ള? ആംഗിൾ 2 അല്ലെ? ഇനി ലൈൻ 2ന്റെ മുകളിൽ റൈറ്റിൽ ആരാ ഉള്ള? ആംഗിള്. ഇവർ രണ്ടുപേരും ഈക്വൽ ആയിരിക്കും. ഇത് എന്ത് ആംഗിൾസാ? കറസ്പോണ്ടിങ് ആംഗിൾസ്. ഓക്കെ, ഇവിടെ കിട്ടിയോ? ഇനി നമുക്ക് താഴെയുള്ള കാര്യങ്ങൾ പറയാം. എങ്ങനെയാ? ലൈൻ 1, ലൈൻ 2. ഓക്കെ, പറഞ്ഞു. ലൈൻ 1ന്റെ നമ്മൾ നേരത്തെ മുകളിലുള്ള കാര്യമല്ലേ പറഞ്ഞു. ഇനി നമുക്ക് താഴെയുള്ള കാര്യം പറയാം. ലൈൻ 1ന്റെ താഴെ ലെഫ്റ്റ്. ലൈൻ 1ന്റെ താഴെ ലെഫ്റ്റിൽ ആരാ? ആംഗിൾ 4. അപ്പൊ ലൈൻ 2 പറ. ലൈൻ 2ന്റെ താഴെ ലെഫ്റ്റ് ഏതാ? ലൈൻ 2ന്റെ താഴെ ലെഫ്റ്റ് ആരാ? ആംഗിൾ സി. അപ്പൊ ഈ ആംഗിൾ 4 ആംഗിൾ സി എന്താണ്? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇവരെന്ത് ആംഗിൾസാ? കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇനി നമുക്ക് താഴെയുള്ള റൈറ്റിലുള്ള ആംഗിൾ പറയാം. ലൈൻ 1ന്റെ താഴെ റൈറ്റിൽ ആരാ? ആംഗിൾ 3. ഇനി അപ്പൊ ലൈൻ 2 പറ. ലൈൻ 2ല് താഴെ റൈറ്റിൽ ആരാ? ലൈൻ 2ല് താഴെ റൈറ്റിലുള്ള ആംഗിൾ ഏതാ? ആംഗിൾ ബി. ഓക്കെ, ഈ 2 ആംഗിൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആംഗിൾ 3 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ? ആംഗിൾ ബി. ഇതും എന്ത് ആംഗിൾസാ? കറസ്പോണ്ടിങ് ആംഗിൾസ്. കറസ്പോണ്ടിങ് ആയിട്ട് പറയണം. 1ന്റെ മുകളിൽ ലെഫ്റ്റില്. അപ്പൊ എന്ത് പറയണം? 2ന്റെ മുകളിൽ ലെഫ്റ്റില്. 1ന്റെ മുകളിൽ റൈറ്റില്. അപ്പൊ എന്ത് പറയണം? 2ന്റെ മുകളിൽ റൈറ്റില്. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പറയുന്ന ആംഗിളുകൾ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന്. ക്ലിയർ ആണല്ലോ ഐഡിയ? അപ്പൊ ഞാനിവിടെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാ? 1D ഉണ്ടോ? 1D. പിന്നെ 2A ഉണ്ടോ? 3B ഉണ്ടോ? 4C. ഇതെല്ലാം എന്ത് ആംഗിൾസ് ആണ്? കറസ്പോണ്ടിങ് ആംഗിൾസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഐഡിയ? ഇനി നമുക്ക് പറയേണ്ടത് ഇന്റീരിയർ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. എന്താണ്?
ഇന്റീരിയർ ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഇന്റീരിയർ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കറസ്പോണ്ടിങ് ആംഗിൾസിൽ തന്നെ വരുന്നതാണ്. പക്ഷെ നമ്മൾ ഈ പുറത്തുള്ള ആംഗിൾസ് എടുക്കത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈനിന്റെ ഉള്ളിൽ മാത്രം വരുന്ന ആംഗിൾസ് ഏതൊക്കെയാ? 1, 2 എടുത്ത് മാറ്റിയേക്കണം. അതുപോലെ തന്നെ സിയും ബിയും എടുത്ത് മാറ്റിയേക്കണം. ഞാൻ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ഇന്റീരിയർ ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യത്രേ ഉള്ളൂ. നിങ്ങൾ ഈ മുകളിലുള്ള ആംഗിളുകളെ ഒന്നും ഇനി കൺസിഡർ ചെയ്യണ്ട. ഏതാ 1, 2, സി ബി അതൊന്നും കൺസിഡർ ചെയ്യണ്ട. അല്ലാത്ത ആംഗിളുകളെല്ലാം നിങ്ങൾ നോക്കുക. അപ്പൊ ഏതൊക്കെ ആംഗിൾസ് ഇപ്പൊ നമ്മുടെ കൺസിഡറേഷനിലുള്ളൂ? 4, 3, ഡി, എ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇന്റീരിയർ ആംഗിൾസ് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ശ്രദ്ധിച്ചോ. നമുക്ക് വണ്ണിന്റെ താഴെ ഞാനിവിടെ 1 എഴുതുവാണ്, ഇവിടെ 2 എഴുതുക. സ്പേസ് ഇവിടെ നിങ്ങൾ ഇത് ഇവിടെ മുകളിൽ എഴുതാൻ കേട്ടോ, കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് കാണാൻ പറ്റും. ലൈൻ 1, ലൈൻ 2. ഓക്കെ, അപ്പം 1ന്റെ താഴെ ലെഫ്റ്റിൽ, ലൈൻ 1ന്റെ താഴെ ലെഫ്റ്റ് ആരാ? 4. അപ്പൊ 2 പറയുന്നിടത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ താഴെയല്ലേ പറഞ്ഞേക്കുന്നത്? ലൈൻ 1ന്റെ താഴെ ലെഫ്റ്റ് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ലൈൻ 2 പറയുമ്പോൾ എന്ത് പറയണം? താഴെ എന്നുള്ളത് മുകളിലോട്ട് പറയണം. മുകളിൽ ലെഫ്റ്റ് ആണെങ്കിൽ ഇവിടെ എന്ത് പറയണം? റൈറ്റ് പറയണം കേട്ടോ. അപ്പൊ ഏത് ഒരു ആംഗിൾ നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ലൈൻ 1ന്റെ താഴെ ലെഫ്റ്റ്, അപ്പൊ ലൈൻ 2ന്റെ മുകളിൽ റൈറ്റ്, ഏത് ഒരു ആംഗിൾ? എ. മുകളിൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ എ അല്ലേ? ഈ ആംഗിൾസ് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്ത് ആംഗിൾസ് ആയി വരും? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്, അല്ലെങ്കിൽ ഇന്റീരിയർ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അപ്പൊ ഞാൻ വേറെ ഒരെണ്ണം പറയാം, നിങ്ങൾ തന്നെ, അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണം കൂടെ പറയാം, നിങ്ങൾ ലൈൻ 1ന്റെ താഴെ റൈറ്റ്, ലൈൻ 1ന്റെ താഴെ റൈറ്റ് ആരാ? ആംഗിൾ 3. ലൈൻ 1ന്റെ താഴെ റൈറ്റ്, ലൈൻ 1ന്റെ താഴെ റൈറ്റ്. നിങ്ങൾക്ക് ലെഫ്റ്റും റൈറ്റ് ഒക്കെ അറിയാലോ. ഇതാണ് ലെഫ്റ്റ്, ഇതാണ് റൈറ്റ്. ലെഫ്റ്റ് റൈറ്റ്, നിങ്ങളുടെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ് കേട്ടോ. അപ്പൊ ലൈൻ 1ന്റെ താഴെ റൈറ്റിൽ ഏത് ആംഗിൾ? ആംഗിൾ 3. അപ്പൊ 2 എങ്ങനെ പറയും? 2 എങ്ങനെ പറയും? ലൈൻ 2ന്റെ മുകളില്, ലൈൻ 2ന്റെ മുകളില് ലെഫ്റ്റ്. ഇത് റൈറ്റ് ആണ് പറയുന്നതെങ്കിൽ ലെഫ്റ്റ് ആയിരിക്കും. അപ്പം ലൈൻ 1ന്റെ താഴെ റൈറ്റിലാണെങ്കിൽ ലൈൻ 2ന്റെ മുകളിൽ ലെഫ്റ്റ്. അപ്പൊ ഏതൊരു ആംഗിൾ? ഡി. അപ്പൊ ആംഗിൾ 3യും ആംഗിൾ ഡിയും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ 2 ആംഗിൾസ് പറഞ്ഞല്ലോ, ആംഗിൾ 4 ആംഗിൾ എ, പിന്നെ ആംഗിൾ 3 ആംഗിൾ ഡി. ഇത് രണ്ടും എന്താണ്? ദേ ആർ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഞാൻ എളുപ്പമുള്ള ഒരു വഴി പറഞ്ഞുതരാം കണ്ടത്. എപ്പോഴും നിങ്ങൾ ഓർക്കുക, കണ്ടത് ഈ ആംഗിളും ഈ ആംഗിൾ. പ്രത്യേകിച്ച് നിങ്ങൾ അങ്ങനെ ലെഫ്റ്റ് റൈറ്റ് നോക്കി സമയം കളയേണ്ട ആവശ്യമില്ല. ഈ ആംഗിളും ഈ ആംഗിളും, അതുപോലെ തന്നെ ഈ ആംഗിളും ഈ ആംഗിളും. ഞാൻ 4ഉം ഇപ്പൊ 4ഉം എയും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. അതുപോലെ തന്നെ 3യും ഡിയും, 4ഉം എയും 3യും ഡിയും, ഇതെല്ലാം എന്താണ്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആയിട്ടുള്ള ആംഗിൾസ് ആണ്. ഐഡിയ ക്ലിയർ ആണല്ലോ? ഓക്കെ, ശരി, ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തത് മൂന്നാമത് നമ്മൾ പറയുന്നതാണ് സം ഓഫ് ദിയർ ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതായത് ഈ ഇപ്പൊ നിങ്ങൾ ഇവിടെ കണ്ട 3 അത് ഇന്റീരിയർ ആയിട്ടുള്ള ആംഗിൾസ് ആണ്. ട്രാൻസ്വേഴ്സലിന്റെ സെയിം സൈഡിലുള്ള ഇന്റീരിയർ ആയിട്ടുള്ള ആംഗിൾസ് ആണ് 3 ട്രാൻസ്വേഴ്സലിന്റെ സെയിം സൈഡിലുള്ള ഇന്റീരിയർ ആയിട്ടുള്ള ആംഗിൾസ് ആണ് 4ഉം ഡിയും. കണ്ടോ? ട്രാൻസ്വേഴ്സലിന്റെ സെയിം സൈഡിലുള്ള ഇന്റീരിയർ ആംഗിൾ ആണ് 3 ട്രാൻസ്വേഴ്സലിന്റെ സെയിം സൈഡിലുള്ള ഇന്റീരിയർ ആയിട്ടുള്ള ആംഗിൾസ് ആണ് 4ഉം ഡിയും. എപ്പോഴും 3 കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ 4 ഡി കൂടെ കൂട്ടിയാൽ എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. എപ്പോഴാണ് വരേണ്ടത്? ഈ 2 ലൈൻസ് പാരലൽ ആയിരിക്കണം. 2 ലൈൻസ് പാരലൽ ആണ്, ട്രാൻസ്വേഴ്സൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്വേഴ്സലിന്റെ സെയിം സൈഡിലുള്ള ഇന്റീരിയർ ആയിട്ടുള്ള ആംഗിൾസ് കൂട്ടിയാൽ എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. 3 കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി, 4 ഡി കൂടെ കൂട്ടിയാൽ എത്ര ഡിഗ്രി? 180 ഡിഗ്രി. ഓക്കെ, ആ കോൺസെപ്റ്റും കൂടെ ഓർത്ത് വെച്ചേക്കണം. അപ്പൊ നമുക്ക് ഇവിടെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഏതാ? ഈ മൂന്നാമത്തെ പ്രോപ്പർട്ടി, സം ഓഫ് ദെയർ ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പൊ ഏതൊക്കെ വരും? 3 കണ്ടോ? 3 കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടും? 180 ഡിഗ്രി. അതുപോലെ തന്നെ 4ഉം ഡിയും കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടും? 4ഉം ഡി കൂടെ കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടും? 180 ഡിഗ്രി. ഓക്കെ, ഇനി അടുത്തത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണെന്ന്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്നുള്ളത് നിങ്ങൾ പഠിച്ച കാര്യം.
പഠിച്ച കാര്യമാണ്. വേണം ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു പോവാം. വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഏത് വരും? ഇവിടെ 1 1ഉം 3 കണ്ടോ, വെർട്ടിക്കൽ ഓപ്പോസിറ്റ് അല്ലേ? അതുപോലെ ഈ 4ഉം 2 വെർട്ടിക്കൽ ഓപ്പോസിറ്റ് അല്ലേ? ഡിയും ബിയും വെർട്ടിക്കൽ ഓപ്പോസിറ്റ് അല്ലേ? സിയും എയും എന്താണ് വെർട്ടിക്കൽ ഓപ്പോസിറ്റ് അല്ലേ? വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആംഗിൾസ് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അത് വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഒക്കെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. 1ഉം 3ഉം 4ഉം 2ഉം ഡിയും ബിയും എയും സിയും ഇതെല്ലാം എന്താണ് വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ആണ്. ഐഡിയ ക്ലിയർ ആണല്ലോ. അപ്പം ഇത് ശരിക്കും ഒരു ബേസ് ആണ് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ സേവ് ചെയ്ത് വല്ലതും വെച്ചോളാം. നിങ്ങൾ അടുത്ത വർഷത്തേക്കൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരും. നിങ്ങൾ മൊബൈലിലുണ്ടെങ്കിൽ തന്നെ ഇത് സേവ് ചെയ്ത് എവിടെയും ഇട്ടേക്കാം. കാര്യം ഇത് അറിയാമെങ്കിൽ നിങ്ങൾക്ക് മാത്സിലെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് നെക്സ്റ്റ് നമുക്കിനി പ്രോബ്ലംസിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം. അപ്പം എന്താണ് ഇതിൻ്റെ അത് പറഞ്ഞേക്കുന്നത്? ഓക്കെ, നിങ്ങൾ തന്നെ വായിച്ചു നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഓക്കെ ഓക്കെ, നിങ്ങൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സസൈസ് 5.2 ആണ് കേട്ടോ. 5.2 ആണ്. 5.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റേറ്റ് ദ പ്രോപ്പർട്ടി ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. എയും ബിയും പാരലൽ ആണ്. എയും ബിയും പാരലൽ ആണ്. ഓക്കെ, ആംഗിൾ 1ഉം ആംഗിൾ 5ഉം ഈക്വൽ ആണ്. ആംഗിൾ 1ഉം ആംഗിൾ 5ഉം ഈക്വൽ ആണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ എയും ബിയും പാരലൽ ആണ്. എയും ബിയും പാരലൽ ആണ്. 1 എന്ന് പറയുന്നത് എങ്ങനെയാ? അപ്പൊ ഞാൻ 2 ലൈൻസ് കൂടെ എഴുതാം. കണ്ടോ, എയുടെ എ എന്ന് പറയുന്ന ലൈനിന്റെ മുകളില് ലെഫ്റ്റ്, അതാണ് എന്ത്? ആംഗിൾ 1. അപ്പം ബി എങ്ങനെ? ബിയുടെ ഈ ആംഗിൾ 5 എന്ന് പറയുന്നത് എന്താ? മുകളില് ലെഫ്റ്റ്. ഇതെന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ലൈനിന്റെ മുകളിൽ ലെഫ്റ്റ്, ബി എന്ന് പറയുന്നത് എന്താണ്? ബി എന്ന് പറയുന്ന ലൈനിന്റെ മുകളിൽ ലെഫ്റ്റ്, അതാണ് ആംഗിൾ 5. അപ്പൊ ഇവര് തമ്മിൽ എന്തായിട്ട് നമുക്ക് പറയാം? ഇവർ രണ്ടുപേരും എന്ത് ആംഗിൾസ് ആണ്? അവര് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾസ് ആണ് അല്ലെ? ഒരു കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലേ? ഓക്കെ, അപ്പൊ ഞാനിവിടെ എഴുതാം ദേ ആർ എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് എഴുതാം. ആൻസർ ആണ് given A parallel to B. A B parallel ആണ്. Therefore angle 1 is equal to angle 5 ബ്രാക്കറ്റില് corresponding angles ആണ്. അപ്പം corresponding angles ആണ്, അതല്ലേ അവർ പറഞ്ഞിട്ടുള്ളൂ, അതല്ലേ ചോദിച്ചിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ എന്താ അവർ പറഞ്ഞേക്കുന്നത്? ആംഗിൾ 4ഉം ആംഗിൾ 6ഉം എന്താണ്? ആംഗിൾ 4ഉം ആംഗിൾ 6ഉം ആംഗിൾ 4ഉം ആംഗിൾ 6ഉം ഈക്വൽ ആണ്. ആംഗിൾ 4ഉം ആംഗിൾ 6ഉം ഈക്വൽ ആണ്. ഓക്കെ, ദെൻ എ പാരലൽ ടു ബി. ഓക്കെ, നോക്കാം. നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ആംഗിൾ 4ഉം ആംഗിൾ 6ഉം? ആംഗിൾ 4 is equal to angle 6 ആണ് അല്ലേ? then A parallel to B. ശരിയാണല്ലോ. ആംഗിൾ 4ഉം ആംഗിൾ 6ഉം ആണെങ്കിൽ എ ബി പാരലൽ ആയിരിക്കും. ഈ ആംഗിളുകളുടെ പ്രത്യേകത എന്താ? ഓർക്കുക, ആംഗിൾ 4 എന്ന് പറയുന്നത് എന്താ? താഴെ ലെഫ്റ്റ്. ആംഗിൾ 6 എന്ന് പറയുന്നിടത്തോ താഴെ റൈറ്റ്. ഉണ്ടോ? അപ്പൊ ഇങ്ങനെ വരുന്നതിന് നമ്മളൊരു പേര് വിളിച്ചായിരുന്നല്ലോ. എന്താണ് ഇതിന്റെ പേര്? പെയർ ഓഫ് alternate interior angles. Pair of alternate interior angles. Okay, ഇതാണ് ആംഗിൾ 4ഉം ആംഗിൾ 6ഉം. ഓക്കെ, നെക്സ്റ്റ് ആംഗിൾ 4 പ്ലസ് ആംഗിൾ 5 is equal to 180 ഡിഗ്രി. ആംഗിൾ 4ഉം ആംഗിൾ 5ഉം 180 ഡിഗ്രിയാണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ റിവേഴ്സ് ഒക്കെ പറയാൻ പറ്റും കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പം അതാണ് ഇവിടെ അവർ പറഞ്ഞേക്കുന്നത്. അതായത് ഈ 1ഉം 5ഉം ഈക്വൽ ആണ്, 2ഉം 6ഉം ഈക്വൽ ആണ്. അപ്പൊ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ. 1ഉം 5ഉം ഈക്വൽ ആയാൽ മാത്രം മതി. 1ഉം 5ഉം ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. 1ഉം 5ഉം ഈക്വൽ ആണെങ്കിൽ എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലൈൻ എ ബിയും എന്താന്ന് പറയാം? പാരലൽ ആണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ 2ഉം 6ഉം ഈക്വൽ ആണെങ്കിലും നമുക്ക് എന്ത് പറയാൻ പറ്റും?
കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പൊ ലൈൻസ് എന്താണ് പാരലൽ ആണെന്ന് പറയാം. ഓക്കെ, ലൈൻസ് പാരലൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്നും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണെങ്കിൽ ലൈൻസ് പാരലൽ ആണെന്നും പറയാൻ പറ്റും. അപ്പൊ ഇവിടെ അത്തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടി അവർ ഉപയോഗിച്ചേക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ ആയിട്ട് അവരെന്താ പറഞ്ഞേക്കുന്നത് ആംഗിൾ 4ഉം ആംഗിൾ 5ഉം കൂടെ കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടും? 180 ഡിഗ്രി കിട്ടും. 180 ഡിഗ്രി കിട്ടുവാണെങ്കിൽ അത് ഏത് പ്രോപ്പർട്ടിയാ? സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ്. സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ്. സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് എത്രയാ? ഈസ് എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രി. അതാണ് അവർ ഉപയോഗിച്ചേക്കുന്ന പ്രോപ്പർട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ അഡ്ജോയിനിങ് ഫിഗർ ഐഡന്റിഫൈ ചെയ്യാൻ അവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടത് എന്തൊക്കെയാ? കറസ്പോണ്ടിങ് ആംഗിൾസ്. ഓക്കെ, കറസ്പോണ്ടിങ് ആംഗിൾസ് ഐഡന്റിഫൈ ചെയ്യാം. ഏതൊക്കെയാ? 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ഏതാ? 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ 5. ഞാൻ എല്ലാത്തിലും അത് പറഞ്ഞു തരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? മുകളിൽ റൈറ്റ്. അപ്പൊ 5 പറയുമ്പോൾ എങ്ങനെ എഴുതും? വീണ്ടും രണ്ടാമത്തെ ലൈനിന്റെ മുകളിൽ റൈറ്റ്. 5 അല്ലേ? ഇനി വേറെ ഏതൊക്കെയുള്ള? അടുത്ത ഞാൻ പറയാം. താഴെ ലെഫ്റ്റ്. അപ്പൊ അടുത്ത ലൈനിന്റെ എങ്ങനെയാ പറയും? താഴെ ലെഫ്റ്റ്. അപ്പൊ താഴെ ലെഫ്റ്റ് ഏതാ ഉള്ള? ആംഗിൾ 3ഉം ആംഗിൾ ആലോചിച്ച് പറ. താഴെ ലെഫ്റ്റ്. ഓക്കെ, അപ്പൊ അടുത്ത് വരുമ്പോൾ ലൈനിന്റെ എവിടെ വരും? താഴെ ലെഫ്റ്റ്. അപ്പൊ എത്ര വരും? 3ഉം 7. ഓക്കെ, ഇനി അടുത്ത് ആംഗിൾ 4ഉം ആംഗിൾ 8 അല്ലെ? ആംഗിൾ 4 എന്ന് പറയുന്നത് എന്താ? മുകളിൽ ലെഫ്റ്റ് അല്ലെ? അടുത്ത വരാൻ നടത്തുന്നത് വരും മുകളിൽ ലെഫ്റ്റ് 8. ഇനി വേറെ ഒന്നും കൂടെ ഉണ്ടല്ലോ. ഇപ്പൊ 1 2 3 അല്ലെ? ഇനി ഏതാ? താഴെ റൈറ്റ്. ഏതാ ഉള്ളത്? 2. താഴെ റൈറ്റ്. അപ്പം വീണ്ടും അടുത്ത ലൈനിൽ എന്ത് വരണം? താഴെ റൈറ്റ്. അതേത്? ആംഗിൾ 6. ഇതെല്ലാം എന്ത് ആംഗിൾസ് ആണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ്. ഓക്കെ, അടുത്ത എന്താ? അടുത്ത ഇവർ പറഞ്ഞേക്കുന്നത് എന്താ? പെയർ ഓഫ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നു ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസിനെ നിങ്ങൾക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞിട്ട്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എങ്ങനെയാ? ഈ ആംഗിളും ഈ ആംഗിളും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. അല്ല, സോറി, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ് കേട്ടോ. ഇന്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്ത് എഴുതാവുള്ളൂ കേട്ടോ. ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. പെയർ ഓഫ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് പറഞ്ഞാൽ പാരലൈൻസിന് അകത്തേ എടുക്കാവുള്ളൂ. അപ്പൊ ഏതൊക്കെ വരും? 3ഉം പിന്നെ ഏതാ? 3ഉം 5. 3ഉം 5. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഏത് പറയാം? 3ഉം 5. 3ഉം 5 എന്താണ്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാം. ആംഗിൾ 3ഉം ആംഗിൾ 5. അതുപോലെ തന്നെ നമുക്ക് ഏത് പറയാം? 2ഉം രണ്ട് ലൈൻസ് അറിയാം. 2ഉം 8. ആംഗിൾ 2ഉം ആംഗിൾ 8. ഇതൊക്കെ എന്താണ്? ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഇന്റീരിയർ ആംഗിൾസ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും അങ്ങനെ എഴുതാവും. ഓക്കെ, പിടികിട്ടിയല്ലോ. അപ്പൊ ഏതൊക്കെയാ വരുന്നത്? 3ഉം 5ഉം 2ഉം 8ഉം. ഓക്കെ, ഇതാണ് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഇന്റീരിയർ ആംഗിൾസ്. ഇനി അത് പറയാനുള്ള വഴികളൊക്കെ നിങ്ങൾക്ക് അറിയില്ല. 3 എന്ന് പറഞ്ഞാൽ താഴെ ലെഫ്റ്റ് അല്ലെ? താഴെ ലെഫ്റ്റ്. അപ്പൊ 5 പറയുമ്പോൾ എങ്ങനെ വരും? താഴെ റൈറ്റ്. സോറി, താഴെയല്ല, നമ്മള് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത് ഒരെണ്ണം പറയുന്നത് നേരെ ഓപ്പോസിറ്റ് വരണം. താഴെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത എങ്ങനെ വരും? മുകളിൽ റൈറ്റ്. അപ്പൊ ആദ്യത്തെ ആംഗിൾ 3 എന്ന് പറഞ്ഞാൽ താഴെ ലെഫ്റ്റ് അല്ലേ 3? അപ്പൊ അടുത്ത എന്ത് വരും? മുകളിൽ റൈറ്റ് 5. 2 എന്ന് പറയുന്ന നേരത്തെ എങ്ങനെ വരും? താഴെ റൈറ്റ്. അപ്പം അടുത്ത ലൈൻ താഴത്തെ ലൈൻ പറയാൻ നേരത്തെ എങ്ങനെ വരും? മുകളിൽ ലെഫ്റ്റ്. മുകളിൽ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ആംഗിൾ 8 അല്ലേ? നല്ല ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ഈ 3ഉം ഈ 5ഉം നിങ്ങൾ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 2ഉം ഈ 8. ഇന്റീരിയർ ആണെന്ന് പറഞ്ഞാൽ ഓർത്തോണം, എക്സ്റ്റീരിയർ ആംഗിൾസ് ഒന്നും നമ്മൾ എടുക്കത്തില്ല. അത് മാത്രം ഓർത്താം. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ ആയി. ഈ ആരോസ് നിങ്ങൾ എക്സാമിന് ഇടേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാനും നിങ്ങളുടെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി.
ആരോസ് ഒന്നും നിങ്ങൾ ആവശ്യമില്ല. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് എന്താ? പെയർ ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ. പെയർ ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? ഇന്റീരിയർ ആംഗിൾസ് അല്ലേ, സെയിം സൈഡ് അല്ലേ. അപ്പം ഏതൊക്കെ വരും? ആംഗിൾ 2ഉം മൂന്നാമത്തെയാണ് ആംഗിൾ 2 ആംഗിൾ 5. ആംഗിൾ 2 ആംഗിൾ 5 കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടും? 180 ഡിഗ്രി കിട്ടും. പെയർ ഓഫ് ഇന്റീരിയർ ആംഗിൾസും സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ. ആംഗിൾ 2 ആംഗിൾ 5 എന്ന് പറഞ്ഞാൽ മതി. അടുത്ത ഏതാവുള്ള? ആംഗിൾ 3ഉം ആംഗിൾ 8. ഇതാണ് പെയർ ഓഫ് ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ. ഇനി വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഏതൊക്കെയാ? വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ്, വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് നിങ്ങൾക്ക് അറിയാലോ ഏതൊക്കെയാ? ആംഗിൾ 4, ആംഗിൾ 4 ആണ് ആംഗിൾ 2, വെർട്ടിക്കൽ ഓപ്പോസിറ്റ് അല്ലേ. അടുത്ത ആംഗിൾ 1 ആണെങ്കിൽ ആംഗിൾ 4. ഇനി അതിന്റെ താഴത്തെ ലൈനിലെ ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം? ആംഗിൾ 8, ആംഗിൾ 6. ഇനി അടുത്ത എത്രയാ? ആംഗിൾ 5 ആണെങ്കിൽ ആംഗിൾ 7. അതെല്ലാം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള. ക്ലിയർ ആണല്ലോ ഐഡിയ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. ഇൻ ദ അഡ്ജോയിനിങ് ഫിഗർ പി ആൻഡ് ക്യൂ ആർ പാരലൽ. പി എന്ന് പറയുന്ന ലൈനും ക്യൂ എന്ന് പറയുന്ന ലൈനും എന്താണ്? പാരലൽ. അപ്പൊ നമുക്ക് വേണ്ടത് അൺനോൺ ആംഗിൾസ് എല്ലാം കണ്ടുപിടിക്കാം. ഓക്കെ. നിങ്ങൾ ഓർത്തോണം, പിയും ക്യൂവും പാരലൽ ആണ്. ഓക്കെ. അപ്പം പാരലൽ ആണെങ്കിൽ ആ ലൈനിൽ വരുന്ന ടോട്ടൽ ആംഗിൾ എത്ര ഡിഗ്രി വരും? 180 ഡിഗ്രി വരത്തില്ലേ? നോക്കാം. പാരലൽ ആണെങ്കിൽ പിയും ക്യൂവും പാരലൽ എന്ന് അവർ തന്നിട്ടുണ്ട്. അവർ യൂസ് ചെയ്യുന്ന അൺനോൺ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങളൊരു ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതൊരു ട്രാൻസ്വേഴ്സലാണ്. ഈ ആംഗിളും ഈ ആംഗിളിന്റെ കൂട്ടിയ 180 ഡിഗ്രി ആകണ്ടേ, എന്നാലല്ലേ ലൈൻ ഫോം ചെയ്യത്തുള്ളൂ. അതായത് ഇവിടെ ഈ 125ഉം ഇയും അത് രണ്ടും കൂടെ, ഈ രണ്ട് ആംഗിളും കൂടെ കൂടിച്ചേരുമ്പോൾ ആ ലൈൻ പി ഫോം ചെയ്യുമല്ലേ. ഈ 125 ഇയും കൂടെ കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി കിട്ടണ്ടേ. അപ്പൊ 125 പ്ലസ് ഇ ഇസ് ഈക്വൽ ടു എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രി. പ്രോപ്പർട്ടിയാണ്, ലൈൻ പ്രോപ്പർട്ടി മാത്രമല്ല, ലൈനിൽ വരുന്ന ടോട്ടൽ ആംഗിൾസ് എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് എത്ര ഡിഗ്രി വരണം? പിന്നെ 180 മൈനസ് 125, 55 ഡിഗ്രി. അതായിരിക്കും എന്ന് പറയുന്ന ആംഗിൾ ഇ എന്ന് പറയുന്നത്. അപ്പൊ ആംഗിൾ ഇ കിട്ടിയ 55 കിട്ടി. ഓക്കെ. ഇത് രണ്ടുമാണ് പാരലൽ. അപ്പൊ ആംഗിൾ 55, ആംഗിൾ ഇ 55 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ എ 55 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ഇ എന്ന് പറയുന്നത് ആംഗിൾ എയോട് ഈക്വൽ ആണ്. എന്താണ് ആംഗിൾ എയോട് ഈക്വൽ ആകാൻ കാര്യം? എന്താ നോക്കാം. ഇ എന്ന് പറയുന്നത് എവിടെയാ? ലൈൻ പിയുടെ മുകളിൽ, റൈറ്റ് അല്ലെ. ഇതാണ് ലെഫ്റ്റ് കേട്ടോ, ഇതാണ് റൈറ്റ്. അപ്പം ഇ എന്ന് പറയുന്നത് ലൈനിന്റെ മുകളിൽ റൈറ്റിൽ. അപ്പൊ അടുത്ത ക്യൂവിന്റെ മുകളിൽ, ക്യൂ എന്ന് പറയുന്ന ലൈനിന്റെ മുകളിൽ റൈറ്റിൽ. അതേതാവുള്ളൂ? ആംഗിൾ എ അല്ലേ. രണ്ട് ഈക്വൽ അല്ലേ. അപ്പൊ ആംഗിൾ എ എത്ര ഡിഗ്രി കിട്ടി? 55 ഡിഗ്രി കിട്ടിയല്ലോ. ആംഗിൾ എ 55 ഡിഗ്രി കിട്ടിയല്ലോ. ക്ലിയർ ആണല്ലോ. ഇനി നോക്കാം നിങ്ങൾ ഇവിടെ ക്യൂ എന്ന് പറയുന്ന ലൈൻ കണ്ടോ നിങ്ങൾ? ക്യൂ. അപ്പം ആ ക്യൂ എന്ന് പറയുന്ന ലൈനില് ആംഗിൾ എയും ആ ക്യൂ എന്ന് പറയുന്ന ലൈനില് ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടെ കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി കിട്ടണ്ടേ. ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടെ കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി കിട്ടണ്ടേ. അപ്പൊ ആംഗിൾ എ ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എത്ര? 55 ഡിഗ്രി പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു എത്രയാ? 180 ഡിഗ്രി. അപ്പം ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ എത്ര വരും? 180 മൈനസ് 55 അല്ലെ. 55 വരാൻ നേരത്ത് എത്ര വരും? 125 ഡിഗ്രി. അപ്പൊ ആംഗിൾ ഡി എത്ര കിട്ടി? ആംഗിൾ ഡി 125 ഡിഗ്രി. ഇനി നമുക്ക് എല്ലാം കിട്ടിയ കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല. നിയമമൊന്നും എഴുതേണ്ട ആവശ്യമില്ല. കാര്യം ഏതൊക്കെ കിട്ടിയപ്പോ ആംഗിൾ ഇ കിട്ടി, ആംഗിൾ എ എത്ര? 55 ഡിഗ്രി. ഇനി ആംഗിൾ ഡി എത്ര കിട്ടി? 125 ഡിഗ്രി കിട്ടി അല്ലെ. ഇനി ഡിയും ബിയും വെർട്ടിക്കൽ ഓപ്പോസിറ്റ് അല്ലേ. ഞാൻ ഇവിടെ എഴുതാം. ആംഗിൾ ഡിയും ആംഗിൾ ബിയും വെർട്ടിക്കലി ഓപ്പോസിറ്റ്.
വെർട്ടിക്കലി ഓപ്പോസിറ്റ്. അപ്പോൾ ആംഗിൾ ബി കിട്ടി എത്ര 125 അല്ലേ. ഇനി ആംഗിൾ എയും ആംഗിൾ സിയും വെർട്ടിക്കലി ഓപ്പോസിറ്റ് അല്ലേ. അപ്പൊ ആലോചിച്ച് പറഞ്ഞാൽ മതി, ആംഗിൾ ഡി ആംഗിൾ ബിയും വെർട്ടിക്കലി ഓപ്പോസിറ്റ്. അപ്പം ആംഗിൾ സിയും കിട്ടി എത്ര 125 സോറി ആംഗിൾ എയും ആംഗിൾ സിയും വെർട്ടിക്കലി ഓപ്പോസിറ്റ്. അപ്പം ആംഗിൾ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര 52. ഈ ആംഗിൾ എ ആംഗിൾ സി കിട്ടി, ആംഗിൾ ഡി ആംഗിൾ ബി കിട്ടി. ഇനി ഏതോളം ആംഗിൾ എഫ് അല്ലേ ഉള്ളൂ, എഫ് അല്ലേ അൺനോൺ ആയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് അറിയാലോ, ഇ എഫും വെർട്ടിക്കലി ഓപ്പോസിറ്റ് അല്ലേ, ഇ എഫും വെർട്ടിക്കലി ഓപ്പോസിറ്റ് അല്ലേ. അപ്പം ആംഗിൾ ഇ ഇസ് ഈക്വൽ ടു ആംഗിൾ എഫ്, അതും എന്താ വെർട്ടിക്കലി ഓപ്പോസിറ്റ്. അപ്പം എത്ര ഒരു ആംഗിൾ ഇ ആംഗിൾ എഫും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ആംഗിൾ എഫ് എന്ന് പറയുന്നത് ആംഗിൾ ഇ തന്നെ. ആംഗിൾ ഇ എത്ര 30. ഇത് തന്നെ നമുക്ക് കുറെ മെത്തേഡ്സ് ഉണ്ട് കേട്ടോ, കുറെ മെത്തേഡ്സിൽ ചെയ്യാൻ പറ്റും. ഞാൻ ഇങ്ങനെ ഒരു മെത്തേഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പം അല്ലാതെ ധാരാളം മെത്തേഡ്സ് ഉണ്ട്. കാര്യം ഇത് ഇവിടെ 125 ആണെങ്കിൽ ഇവിടെ 125 ആയിരിക്കും അല്ലെ, കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലേ. ഇവിടെ 125 ആണ്, ഇവിടെ 125 ആയിരിക്കും, ഇവിടെ 125 ആണ്, ഇവിടെ 125 ആയിരിക്കും. അങ്ങനെയൊക്കെ എടുക്കാം നമുക്ക്. ഓക്കെ, അതൊരു മെത്തേഡാണ്. പിന്നെ ഈ ആംഗിൾ എഫും ആംഗിൾ എയും എന്താണ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്, വേണേ അങ്ങനെ എടുക്കാം. അപ്പം എ കിട്ടിയാൽ എഫും കിട്ടും. അങ്ങനെ നിരവധി അനവധി മെത്തേഡ്സ് ഇതിനകത്തുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു മെത്തേഡ് പറഞ്ഞു തന്നുള്ളൂ. നിങ്ങൾ ഏത് മെത്തേഡ് വേണമെങ്കിൽ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ആൻസേഴ്സ് ഒക്കെ സെയിം കിട്ടുന്നുണ്ടോ മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ആൻസേഴ്സ് എല്ലാം ആയല്ലോ. അൺനോൺ ആയിട്ടുള്ള ആംഗിൾസ് ഏതൊക്കെയായിരുന്നു? ആംഗിൾ എ കണ്ടുപിടിച്ചു, ആംഗിൾ ഇ കണ്ടുപിടിച്ചു, ആംഗിൾ ഡി കണ്ടുപിടിച്ചു, ആംഗിൾ ഇ കണ്ടുപിടിച്ചു, ആംഗിൾ എഫ് കണ്ടുപിടിച്ചു. എല്ലാ ആംഗിൾസ് 1 2 3 4 5 6 എല്ലാ ആംഗിൾസും ആയിരുന്നു. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4ലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, എന്താണ് അവരിവിടെ പറഞ്ഞേക്കുന്നത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. ഓക്കെ, നമുക്ക് എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അവര് പറയുന്നുണ്ട് എല്ലും എന്നും എന്താണ് പാരലലാണ്. അപ്പം ഗിവൺ ഡാറ്റ എന്ന് പറയുന്നത് എല്ലും എന്നും എന്താണ് പാരലലാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട എന്താ എക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. വളരെ എളുപ്പമാണ്. എല്ലും എന്നും പാരലാണെങ്കിൽ നോക്കാം. ഇത് ഒറ്റയടിക്ക് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ഇപ്പം ഇവിടുത്തെ ആംഗിൾസ് വെച്ച് എഴുതാം. ഇപ്പം ഇത് 110 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 110 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 110 ആയിരിക്കും അല്ലെ. ഇനി 110 പ്ലസ് എക്സ്, 110 പ്ലസ് എക്സ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. കാര്യം എന്ത് പ്രോപ്പർട്ടിയാണ്? നമ്മുടെ ലൈനിന്റെ ഒരേ സൈഡിലുള്ള ആംഗിളുകൾ കൂട്ടിയാൽ നമുക്ക് എത്ര ഡിഗ്രി കിട്ടും? 180 ഡിഗ്രി കിട്ടത്തില്ല. ഞാനിവിടെ ആണെങ്കിൽ പ്രോപ്പർട്ടി എഴുതാം. സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ്, സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ്, സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓൺ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സ്, ഓൺ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സ് ഈക്വൽ ടു എത്ര ഡിഗ്രിയാ? 180 ഡിഗ്രി. ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു മെത്തേഡെന്ന് നമുക്ക് പറയാനില്ല. നമുക്ക് ഏത് മെത്തേഡുകൾ വഴി വേണമെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിപ്പോ ഇന്ന ഒരു മെത്തേഡെന്നൊന്നും പറയുന്നില്ല. അപ്പം ഞാനിവിടെ വേണമെങ്കിൽ ഒരു വൈ എന്ന് പറഞ്ഞ പേര് കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് ഇവിടെ വൈ എന്ന് പറഞ്ഞ പേര് കൊടുത്തേക്കാം. അപ്പം ഗിവൺ എൽ പാരലൽ ടു എം, ആംഗിൾ വൈ ഈസ് ഈക്വൽ ടു എത്ര ഡിഗ്രിയാ? 110. അപ്പം എന്താണ് കാരണം? വെർട്ടിക്കലി ഓപ്പോസിറ്റ്. ഓക്കെ, രണ്ടുപേരും എന്താണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്. ഇനി ഇവിടെ വേണമെങ്കിൽ നമുക്ക് അത് എഴുതിയിടാം. ആംഗിൾ വൈ പ്ലസ് ആംഗിൾ എക്സ് എന്ന് പറഞ്ഞാൽ എത്ര? 180 ഡിഗ്രി. അപ്പൊ ആംഗിൾ വൈ നമുക്ക് അറിയാലോ 110 ഡിഗ്രി പ്ലസ് ആംഗിൾ എക്സ് ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അല്ലെങ്കിൽ ആംഗിൾ എക്സ് ഇസ് ഈക്വൽ ടു എത്ര ഡിഗ്രി കിട്ടും? 180 മൈനസ് 110. അപ്പൊ എത്ര കിട്ടും?
70. ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ എക്സ് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നമുക്ക് ഈ സെക്കൻഡ് ക്വസ്റ്റിലോട്ട് മൂവ് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റിൽ നമുക്ക് എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി? എക്സ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പം ആൻസർ സെക്കൻഡ് ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് എൽ പാരലൽ ടു എം. ഇത് ഗിവൺ ആണ് അല്ലെ? എൽ പാരലൽ ടു എം എന്നുള്ളത് ഗിവൺ ആണല്ലോ. അപ്പോ ഇതിൻ്റെ അകത്ത് ആംഗിൾ എക്സ് ഇസ് ഈക്വൽ ടു 100 ഡിഗ്രിയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയാൻ കാര്യം എന്ന് പറയാം? അത് എന്ത് ആംഗിൾസ് ആണ്? കറസ്പോണ്ടിങ്. ഇത് ചിലപ്പോൾ നമ്മള് മിസ്റ്റേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം ഈ എ എന്ന് പറയുന്നത് ശരിക്കും എന്താ? എ ഈസ് എ എന്താണ്? ഒരു ട്രാൻസ്വേഴ്സൽ ആണ്. കാര്യം എന്താ? എല്ലും എമ്മും ആണ് പാരലൽ എന്ന് ക്വസ്റ്റിനിൽ തന്നേക്കുന്നത്. എല്ലും എമ്മും പാരലൽ ആണെങ്കിൽ പാരലൽ ലൈനിനെ കട്ട് ചെയ്ത് പോകുന്ന ലൈനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ട്രാൻസ്വേഴ്സൽ ആണ് വിളിക്കുന്നത്. അപ്പം ട്രാൻസ്വേഴ്സൽ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയാം? 100 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയാം? ഇതാണ് ലൈന്. ഇത് ലെഫ്റ്റ് വേണമെങ്കിൽ റെഡിൽ മാറി, ഈ ലൈനിന്റെ ലെഫ്റ്റ് ഇത്, റൈറ്റ് ഇത് അല്ലെ? അപ്പൊ പറഞ്ഞേ എക്സ് എങ്ങനെ പറയും? 100നെ എങ്ങനെ പറയും നിങ്ങൾ? 100 ഡിഗ്രീനെ എങ്ങനെ പറയും? മുകളിൽ, ലൈനിന്റെ മുകളിൽ, റൈറ്റിൽ അല്ലെ? അതാണ് എത്ര ഡിഗ്രി? 100 ഡിഗ്രി. അപ്പൊ എക്സ് എങ്ങനെ പറയും? ലൈൻ എമ്മിന്റെ, ഇത് ലൈൻ എൽ ആണ്, ലൈൻ എമ്മിന്റെ മുകളിൽ, ലൈൻ എമ്മിന്റെ മുകളിൽ, റൈറ്റിൽ. അതാരാ? എക്സ് അല്ലേ? രണ്ടുപേരും ഈക്വൽ ആണ്. കാര്യം എന്താണ്? അത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പൊ ആംഗിൾ എത്ര ഡിഗ്രി കിട്ടി? 100 ഡിഗ്രി കിട്ടി. 80 ഡിഗ്രി ചിലപ്പോൾ നിങ്ങളെ മിസ്ലീഡ് ചെയ്യാൻ കൊണ്ടുവന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ അത് നോക്കേണ്ട ആവശ്യമില്ല. ആംഗിൾ എക്സ് എത്ര ഡിഗ്രിയാണ്? 100 ഡിഗ്രിയാണ്. ക്ലിയർ ആണല്ലോ ഐഡിയ? ഓക്കെ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, ഇത് ഇവര് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? നേരത്തെ ഇത് 4th ക്വസ്റ്റ്യൻ ആണ്, ഇത് 5th ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇൻ ദ ഗിവൺ ഫിഗർ ആംസ് ഓഫ് 2 ആംഗിൾസ് ആർ പാരലൽ. ആംസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇതൊക്കെ ആംസ് ആണ് കേട്ടോ. ഇത് ആംസ് ആണ്, ഇതും ആംസ് ആണ്. അപ്പൊ ഈ രണ്ട് ലൈൻസ് എ ബിയും ഇ ഡിയും പാരലൽ. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? ബി സിയും ഇ എഫ് ഒക്കെ പാരലൽ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? ആംഗിൾ ഇവിടെ ട്രാൻസ്വേഴ്സൽ ആരാ? എ ബിയും ഇ ഡി എടുക്കുവാണെങ്കിൽ അവിടുത്തെ ട്രാൻസ്വേഴ്സൽ ആരാ? ബി സി. ബി സി ഒരു ട്രാൻസ്വേഴ്സൽ. എ ബിയും ഇ ഡി എടുക്കുവാണെങ്കിൽ അവിടെ ബി സി ഒരു ട്രാൻസ്വേഴ്സൽ. ഇനി അടുത്ത നിങ്ങൾ എടുക്കുവാണെങ്കിലോ ബി സിയും ഇ എഫ് എടുക്കുവാണെങ്കിൽ അവിടുത്തെ ട്രാൻസ്വേഴ്സൽ ആരാ? ഇ ഡി ആണ് അവിടുത്തെ ട്രാൻസ്വേഴ്സൽ. ട്രാൻസ്വേഴ്സൽ എന്ന് പറഞ്ഞാൽ അറിയില്ലല്ലോ, പാരലൽ ലൈനെ ചുമ്മാ കട്ട് ചെയ്തോന്നല്ലേ. നിങ്ങൾ ഇ ഡി എന്ന് വിളിച്ചോ അല്ലെങ്കിൽ ജി ഡി എന്ന് വിളിച്ചോ, എങ്ങനെ വിളിച്ചോ, എല്ലാം ട്രാൻസ്വേഴ്സലാണ്. നേരത്തെ ലൈനും ഇല്ലേ, അതായത് എ ബിയും എന്താണ് ഡി ഇ ഡിയും. അപ്പൊ അതിന്റെ ട്രാൻസ്വേഴ്സൽ ബി ജി എന്ന് വിളിച്ചാലും തെറ്റൊന്നുമില്ല. ഞാൻ ബി സി എന്ന് വിളിച്ചു, അത്രേ ഉള്ളൂ. ഇതൊക്കെ ട്രാൻസ്വേഴ്സൽസ്. ഓക്കെ, നമുക്ക് വേണ്ട എന്താ? ആംഗിൾ എ ബി സി തന്നിട്ടുണ്ട്. എ ബി സി. ഓക്കെ, ഈ ആംഗിൾ നമ്മുടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ലൈൻസ് പാരലൽ ആണല്ലോ. ഞാൻ ഈ ലൈനും പാരലൽ ആണല്ലോ. ഓക്കെ, അപ്പം നമുക്ക് വേണ്ടത് എന്താ? ഡി ജി സി വേണം. ഡി ജി സി നോക്ക. ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും ഇതില്. കാര്യം എന്താ? 70 ഡിഗ്രി എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഇത് ഫസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യാം, സെക്കൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. 70 എന്ന് പറയുന്നത് എങ്ങനെയാ? താഴെ റൈറ്റ് അല്ലെ? ഈ ലൈനിന്റെ താഴെ റൈറ്റിലല്ലേ ഈ ആംഗിൾ നിൽക്കുന്നത്. ഈ ലൈനിന്റെ താഴെ റൈറ്റ്, രണ്ടാമത്തെ ലൈനിന്റെ താഴെ റൈറ്റ്. അപ്പൊ 70 ഡിഗ്രി, ഇത് 70 ഡിഗ്രി ആയിരിക്കും.
അപ്പോൾ ഡി ജി സി എന്ന് പറയുന്ന ആംഗിൾ എത്ര? ഡി ജി സി എന്ന് പറയുന്ന ആംഗിൾ എത്ര? ഡി ജി സി എന്ന് പറയുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 70 ഡിഗ്രി. അപ്പൊ നമുക്ക് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് അതിനെ എന്ത് പറയാം? കറസ്പോണ്ടിങ് ആംഗിൾസ്. അവർ രണ്ടുപേരും എന്ത് ആംഗിൾസ് ആണ്? കറസ്പോണ്ടിങ് ആംഗിൾസ്. ഓക്കെ. രണ്ടാമത് അവർ ചോദിച്ചേക്കുന്നില്ല ഡി ഇ എഫ്. ഡി ഇ എഫ് ആണ് ചോദിച്ചേക്കുന്നത് അല്ലെ? ഈ ആംഗിൾ ആണ് അവർ ചോദിച്ചേക്കുന്നത്. ഓക്കെ, നോക്കാം. ഡി ഇ എഫും അതുപോലെ തന്നെ ആംഗിൾ ഡി ജി സി, ഡി ഇ എഫും ഡി ജി സി, ഈ രണ്ട് ആംസും പാരലൽ അല്ലേ? ഈ ലൈന് ഞാൻ ഇവിടെ വേണേ മാർക്ക് ചെയ്യാം. ഈ 3 എന്ന് പറയുന്നതും 4 എന്ന് പറയുന്ന ലൈന് പാരലൽ അല്ലേ? 3 എന്ന് പറയുന്ന ലൈനും 4 എന്ന് പറയുന്ന ലൈനും പാരലൽ അല്ലേ? അപ്പം ഈ ആംഗിൾ എന്ത് ആംഗിൾ ആയി? കറസ്പോണ്ടിങ് ആംഗിൾസ് ആയില്ലേ? ഈ 3 എന്ന് പറയുന്ന ലൈനും 4 എന്ന് പറയുന്ന ലൈനും പാരലൽ ലൈൻസ് അല്ലേ? അപ്പം ഈ രണ്ട് ആംഗിൾസ് ഞാൻ ഈ റെഡിൽ മാർക്ക് ചെയ്യുന്നത് ഡബിൾ ഇതിൽ വരച്ചേക്കുന്ന രണ്ട് ആംഗിൾസും എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലേ? മുകളിലത്തെ ആംഗിൾ 70 ഡിഗ്രി ആണ്, താഴത്തെ ആംഗിൾ എത്രയായിരിക്കും? 70 ഡിഗ്രി. അപ്പൊ കാരണം എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ്. കേട്ടോ, ആ രണ്ട് ആംഗിൾസും എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ്. ഐഡിയ കിട്ടിയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. എന്തൊക്കെയാണ് അത് തന്നേക്കുന്നത്? ഫിഗർ ഗിവൺ ബിലോ ഡിസൈഡ് വെദർ ഐ ഈസ് പാരലൽ ടു എം. ഐ എം പാരലൽ ആണോ ആദ്യത്തെ ചോദ്യം. ഓക്കെ, നോക്കാം. പാരലൽ ആണെങ്കിൽ ഈ എന്താണ് ലൈനിന്റെ, നമ്മൾ ഈ ലൈൻ ഇന്റീരിയർ ആയിട്ട് കാണുന്ന ഈ രണ്ട് ആംഗിൾസ് കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി കിട്ടും അല്ലെ? സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓൺ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സ് ഷുഡ് ബി ഈക്വൽ ടു 180 ഡിഗ്രി അല്ലെ? അപ്പൊ ഞാൻ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 126 144. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 170 ഡിഗ്രി. 126 144 കൂട്ടിയാൽ എത്ര കിട്ടും? 170 കിട്ടത്തുള്ളൂ. അതായത് if lines are parallel, if two lines are parallel, then sum of interior angles on same side of transversal equal to എത്രയാണ്? 0 അല്ല, equal to 180 ഡിഗ്രി. 0 അല്ല, 180 ഡിഗ്രി. അതായത് രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ ആ രണ്ട് ലൈൻസിന്റെയും ഇന്റീരിയർ ആയിട്ടുള്ള ആംഗിൾസ് കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടും? 180 ഡിഗ്രി കിട്ടും. അപ്പൊ 180 ഡിഗ്രി അല്ലല്ലോ. സോ ദ ലൈൻസ് ആർ നോട്ട് പാരലൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 2. ഒരു ചോദിച്ചേക്കുന്നത് എല്ലും എമ്മും പാരലൽ ആണെന്നാണ് അവർ ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാനിവിടെ ഒരു ആംഗിൾ, ഇവിടെ ജസ്റ്റ് ഒരു ആംഗിൾ ഞാൻ എടുക്കാം, എക്സ് സൈഡ് എടുക്കും. ഒരു ആംഗിൾ ഞാൻ എക്സ് ആയിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഈ if L and M are parallel, L ഉം M പാരലൽ ആണെങ്കിൽ ആംഗിൾ എക്സ് ഷുഡ് ബി ഈക്വൽ ടു എത്ര ഡിഗ്രിയാണ്? 75 ഡിഗ്രി. പാരലൽ ആകണമെന്നില്ല. നമ്മളിപ്പോ ഈ ആംഗിൾസ് ഉറപ്പായിട്ട് ഈ രണ്ട് ആംഗിൾസ് എന്താണ്? ദേ ആർ വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പൊ ആംഗിൾ എക്സ് എത്ര ഡിഗ്രിയാണ്? 75 ഡിഗ്രി. ഇനി ആംഗിൾ എക്സ് പ്ലസ് 75 ഡിഗ്രി അല്ലെ? ആംഗിൾ എക്സ് ഇപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എത്ര? 75 ആണ്. അടുത്തത് 75. രണ്ടുകൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുന്നത്? 150 ഉണ്ടോ? അപ്പം എന്താണ് 150 കിട്ടിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓൺ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ. ഇത് രണ്ടും എക്സും 75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേ ആർ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓൺ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ ആണ്. അത് രണ്ടുകൂടെ കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടുന്നുണ്ട്? 180 ഡിഗ്രി കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം? നമുക്ക് ഉറപ്പിച്ച് പറയാം, ആ രണ്ട് ആംഗിൾസും എന്തല്ല, രണ്ട് ലൈൻസും എന്തല്ല? പാരലൽ അല്ല. therefore L and M are not parallel. Okay,
അപ്പൊ ഇത് 75 ആണ്, ഇതും എക്സും 75 ആയിരിക്കും. കാര്യം ഇത് വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് കേട്ടോ. നമുക്ക് കണ്ടാൽ തന്നെ അറിയാലോ വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. പിന്നെ എക്സും 75 കൂടെ കൂട്ടിയാൽ പാർ ലൈൻസ് ആണെങ്കിൽ എത്ര ഡിഗ്രി കിട്ടണമായിരുന്നു? 180 ഡിഗ്രി കിട്ടണമായിരുന്നു. പക്ഷെ എക്സ് എന്ന് പറയുന്നത് 75 ആണ്. 75 കൂടെ കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടത്തില്ല? 180 ഡിഗ്രി കിട്ടും. സോ ദേ ആർ നോട്ട് പാരലൽ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3. ഇതിനകത്ത് ഇത് നിങ്ങള് ക്വസ്റ്റ്യൻ നമ്പർ 3 നിങ്ങളൊരു കാര്യം ചെയ്യാം. നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളത് ചെയ്തിട്ട് ഞാൻ ആൻസർ ഇപ്പോൾ പറയുന്നില്ല, നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി തേർഡ് വൺ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഫോർത്ത് വൺ ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്യാം. ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യും കേട്ടോ. ഈ രണ്ടെണ്ണം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. കാര്യം ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കാം നിങ്ങൾ. ഇത് 57 ആണെങ്കിൽ ഇത് 57 ആയിരിക്കും. അറിയാലോ, ഇത് 57 ആയിരിക്കും. 57 + 123. ഞാനിപ്പോ ആൻസർ തന്നെ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ എൽ ഒന്നും പാരലാണ്. ഇത് 72 ആണ്, ഇത് 72 ആയിരിക്കും കേട്ടോ. ഈ 72 198 കൂടെ കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അതിനനുസരിച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ.